ആസ്പദമാക്കിയുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് നടന്നു വരുന്നത്. ഈ ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ the last class we are discussed about powers of power. കൃതികളുടെ കൃതി. രണ്ട് പവർ അല്ലെങ്കിൽ രണ്ട് കൃതികൾ വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ആ രണ്ട് പവറുകൾ അല്ലെങ്കിൽ ആ രണ്ട് കൃതികൾ തമ്മിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? മൾട്ടിപ്പിൾ ചെയ്യണം അല്ലെങ്കിൽ ഗുണിക്കണം. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തിയതിനു ശേഷം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണമെന്ന് പറയുകയുണ്ടായി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതോടുകൂടി ഈ ചാപ്റ്ററുടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഗൂഗിൾ മീറ്റ് വഴി സംശയ നിവാരണ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. ദയവായി എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലാസ് ആരംഭിക്കുകയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? If 2 raised to x is equal to 128 and what is the value of, or what is 2 raised to x plus 1? ഒരു ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. 2ന്റെ കൃതി x എന്നത് 128 ആയാൽ 2ന്റെ കൃതി x plus 1 എത്രയെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പാഠത്തില് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുകയും അതോടൊപ്പം പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ട മക്കളെ? 2 raised to x plus 1 ആണ് എനിക്ക് വേണ്ടത്. മനസ്സിലാവുന്നു? 2ന്റെ കൃതി x plus 1 ആണ് എനിക്ക് വേണ്ടത്. അതിനകത്ത് ആർക്കും സംശയമില്ലല്ലോ? ഉണ്ടോ? അപ്പൊ 2 raised to x plus 1 അല്ലെങ്കിൽ 2ന്റെ കൃതി x plus 1 എത്രയാണ്? What is the value of 2 raised to x plus 1? 2 raised to x plus 1ന്റെ വില എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് മൾട്ടിപ്ലിക്കേഷൻ റൂൾ അഥവാ പ്രോഡക്റ്റ് റൂൾ അല്ലെങ്കിൽ ഗുണന നിയമത്തേക്ക് പോവാം. അവിടെ നമ്മൾ എന്താ പഠിച്ചത്? a raised to m into a raised to n is equal to a raised to m plus n. ഓർക്കുന്നുണ്ടോ? ആ പവേഴ്സ് അഥവാ കൃതികൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യണം അല്ലെങ്കിൽ കൂട്ടണം. ഞാൻ എഴുതാമ്പോൾ ശ്രദ്ധിക്കണേ. a raised to m plus n is equal to a raised to m into a raised to n എന്ന് എഴുതാം. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ. ഒന്നാമത്തെ പവർ അല്ലെങ്കിൽ ഒന്നാമത്തെ കൃതി എത്രയാണ്? m. രണ്ടാമത്തെ പവർ അല്ലെങ്കിൽ രണ്ടാമത്തെ കൃതി എത്രയാണ്? n. ബേസ് അല്ലെങ്കിൽ ആധാരം എന്ത് തന്നെയാണ്? രണ്ടിന്റെയും a തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? ഒന്നാമത്തെ ബേസ് a തന്നെയാണ്. ആ ബേസിന് അല്ലെങ്കിൽ ആധാരത്തിന് ആദ്യത്തെ പവർ അഥവാ ആദ്യത്തെ കൃതി എന്ത് കൊടുക്കണം? m കൊടുക്കണം. അടുത്ത നോക്കിയേ. രണ്ടാമത്തെ ആധാരം സെയിം ആധാരമല്ലേ? സെയിം ബേസ് അല്ലേ? ഒരേ ആധാരമല്ലേ? അതേ ആധാരമാണ് a. ഇനി രണ്ടാമത്തെ പവർ അല്ലെങ്കിൽ രണ്ടാമത്തെ കൃതിയായ n കൊടുക്കണം.
സാധിക്കും ഡിവിഷൻ റൂൾ അഥവാ ഹരണ നിയമം പറയാൻ പറ്റും. ആ ഇൻഡു അല്ലെങ്കിൽ ആ ഗുണനത്തിന് പകരം എന്ത് കൊടുത്താൽ മതി മക്കളെ? ആ ഡിവിഷൻ അഥവാ ഹരണം എന്ന ആ ചിഹ്നം കൊടുത്താൽ മതിയാവും അല്ലേ? ശരിയല്ലയോ? ഒന്നുകൂടെ നോക്കി എല്ലാവരും. അങ്ങനാണെങ്കിൽ ഈ എഴുതിയ രീതി വെച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഇതൊന്നു പറഞ്ഞാട്ടെ. അപ്പൊ എന്തൊക്കെ പറയാം നമുക്ക് അവിടെ? രണ്ടിന്റെയും ബേസ് അല്ലെങ്കിൽ ആധാരം എന്തു തന്നെ ആയിരിക്കും? രണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ പവർ എന്തായിരിക്കും? അല്ലെങ്കിൽ ഒന്നാമത്തെ കൃതി എന്തായിരിക്കും? എക്സ് ആയിരിക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണോ? എല്ലാവരും മനസ്സിലാക്കിക്കോളാം. രണ്ടാമത്തെ ബേസ് തന്നെ ആയിരിക്കും. സെയിം ബേസ് തന്നെ ആയിരിക്കും. ഒരേ ആധാരം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ പവർ അല്ലെങ്കിൽ രണ്ടാമത്തെ കൃതി എത്രയായിരിക്കും? ഒന്നായിരിക്കും. എല്ലാവർക്കും പിടികിട്ടിയോ? ഇനി എന്ത് കൊടുക്കുക? ആ ഗുണനം അഥവാ മൾട്ടിപ്പിൾ അഥവാ പ്രോഡക്റ്റ് കൊടുക്കുക. ഉണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? എന്താണെന്ന് മനസ്സിലായോ? ഈ പവറുകൾ കൃതികൾ എന്ത് ചെയ്താൽ മതി? പ്രത്യേകമായി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കണേ എല്ലാവരും. 2 raised to x plus 2 ആർക്ക് പറയാം? 2 raised to x plus 2 ന്റെ വരെ ആർക്ക് പറയാം? ഇതേപോലെ തിരിച്ചെഴുതാമോ? ഒന്ന് പറഞ്ഞേ മക്കളെ. ഒന്ന് പറഞ്ഞേ എല്ലാവരും. 2 raised to എന്തായിരിക്കും? രണ്ട് ആധാരം എന്ത് തന്നെ ആയിരിക്കും? രണ്ട് തന്നെ ആയിരിക്കും. ഒന്നാമത്തെ കൃതി എന്തായിരിക്കും? ഒന്നാമത്തെ പവർ എന്തായിരിക്കും? x ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഈ രണ്ടാമത്തെ ബേസും രണ്ടാമത്തെ ആധാരവും എന്ത് തന്നെ ആയിരിക്കും? രണ്ട് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പവർ അല്ലെങ്കിൽ രണ്ടാമത്തെ കൃതി എത്രയായിരിക്കും? രണ്ടായിരിക്കും. ഇവ തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ ചെയ്താൽ മതി. എല്ലാവർക്കും പിടികിട്ടിയോ? പിടികിട്ടിയ എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും പിടികിട്ടിയല്ലോ? തിരിച്ചെഴുതിയ മനസ്സിലായല്ലോ? എങ്ങനെയാണ് തിരിച്ചെഴുതുക? ആ പവേഴ്സ് സമായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കൃതികൾ തുകയായിട്ട് വരുവാണെങ്കിൽ അവിടെ ഏത് റൂൾ കൊടുക്കണം? ആ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അഥവാ ഗുണന നിയമം കൊടുക്കണം. ഇനി പവേഴ്സ് അല്ലെങ്കിൽ കൃതികൾ മൈനസ് ആയിട്ട് വരികയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ അവിടെ ഏത് റൂൾ കൊടുക്കണം? ഹരണ നിയമം അഥവാ ഡിവിഷൻ റൂൾ കൊടുക്കണം. പ്രത്യേകമായിട്ട് പവേഴ്സ് അല്ലെങ്കിൽ കൃതികൾ കൊടുത്താൽ മതിയാവും. ഓക്കെ ആയല്ലോ? സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലായോ? അതാണ് നമ്മൾ തിരിച്ചും മറിച്ചും പഠിക്കണം. നമ്മൾ പഠിച്ചത് ആണെങ്കിൽ തിരിച്ചും പറയാൻ പഠിക്കണം. പഠിക്കണം. ഓക്കെ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ 2x ന്റെ കാര്യം നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 128 അഥവാ 128 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് 2x1? ഏതൊരു സംഖ്യയുടെ പവർ അല്ലെങ്കിൽ കൃതി ഒന്ന് വന്നാൽ ആ സംഖ്യ തന്നെ ആയിരിക്കണം. നമ്മൾ ആവർത്തിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ അവിടെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന വേറെ വസ്തുതയുണ്ട്. എന്താണ്? ഏതൊരു സംഖ്യയുടെ പവർ അഥവാ കൃതി 0 വന്നാൽ ആൻസർ ഒന്നായിരിക്കും എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഏത് കൃതി എത്രയാണ്? ഒന്നാണ്. പവർ ഒന്നാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ആ സംഖ്യ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് കൊടുക്കാം? 2/1 എന്ന് കൊടുക്കാം. 2 എന്ന് കൊടുക്കാൻ പറ്റും. ഈ രണ്ട് സംഖ്യകൾ എന്ത് ചെയ്യണം മക്കളെ? മൾട്ടിപ്പിൾ ചെയ്യണം. 128 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഡബിൾ ഓഫ് 128 എന്നാണ് അർത്ഥം. 128ന്റെ ഇരട്ടി എത്രയാണ് മക്കളെ? എത്രയായിരിക്കും? 256. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി. എല്ലാവർക്കും പിടികിട്ടിയതോ? ഇതേപോലെ ഞാൻ മുമ്പേ തന്ന 2x+2 ന്റെ വാല്യൂ എന്ന് പറയാമോ എല്ലാവർക്കും? ആ 2x+2 ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ആ 2x+2 എങ്ങനെ എഴുതാം? മനസ്സിലെന്ന് പറഞ്ഞേ. ആ 2x into 2 ആ രണ്ട് പവറുകൾ പ്രത്യേകമായി കൊടുക്കുക. 2x ന്റെ വാല്യൂ ഉണ്ട് 128 ഉണ്ട്. എന്താണ് 2 രണ്ടിനെ രണ്ട് പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുക എന്നാണ്. നമ്പർ 2 വിത്ത് മൾട്ടിപ്പിൾ വിത്ത് 2 ടൈംസ് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് 2 എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ കൃതി 2 എന്ന് പറഞ്ഞാൽ 4 എന്നർത്ഥം. 128 എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഗുണിക്കണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യണം. എല്ലാവർക്കും പിടികിട്ടിയാണെങ്കിൽ കാര്യം കിട്ടിയോ? ചെയ്യുന്നത് മനസ്സിലായോ? ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്താൽ മതി? ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get the answer. ഉണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും കിട്ടിയത്
ഞാൻ പറയണം. ഇനി ഞാൻ മൈനസിലേക്ക് പോട്ടെ. നോക്കിയിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ മാറ്റാം. ഞാൻ ക്വസ്റ്റ്യൻ മാറ്റുകയാണ്, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. നിങ്ങൾക്ക് തന്നെ അത് ചെയ്തോളാം, അത് ചെയ്യാൻ പറ്റണം. ആ രീതിയിലേക്ക് ക്ലാസ് പോകാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ മാറ്റി കഴിഞ്ഞു. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു നോക്കിയേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? If 3 raised to x is equal to 81, what is 3 raised to x minus 1? 3ന്റെ കൃതി x എന്നത് 81 ആയാൽ 3ന്റെ കൃതി x minus 1 എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? എല്ലാവർക്കും ചെയ്യാമല്ലോ. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഫസ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3 raised to x minus 1. അല്ലേ, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആദ്യം എന്താണ്? 3 raised to x minus 1 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നാം പറഞ്ഞു ആ പവേഴ്സിന്റെ മൈനസ് വന്നാൽ ഏത് റൂൾ എന്നാണ് പറഞ്ഞത്? ഹരണ നിയമം അഥവാ ഡിവിഷൻ റൂൾ ആണ്. ഇവിടെ പവേഴ്സ് സം അല്ലെങ്കിൽ കൂട്ടാനാണ് വരുന്നതെങ്കിൽ ഏത് റൂൾ ആയിരിക്കണം? മൾട്ടിപ്ലിക്കേഷൻ റൂൾ അഥവാ ഗുണന നിയമമായിരിക്കണം. അല്ലേ, ഇനി മൈനസ് ആണെങ്കിൽ ഡിവിഷൻ റൂൾ അഥവാ ഹരണ നിയമമായിരിക്കണം. നമുക്ക് മുമ്പേ ചെയ്തതുപോലെ ചെയ്യാം. ഇവിടെ രണ്ടിന്റെയും ബേസ് എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആധാരം അല്ലെങ്കിൽ ഒന്നാമത്തെ ബേസിന്റെ പവർ, ഇവിടെ ഒന്നാമത്തെ പവർ ആരാണ്? ഒന്നാമത്തെ കൃതി ആരാണ് മക്കളെ? x ആണ്. x കൊടുക്കാം. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ബേസ് അത് തന്നെയാണ്. ഏത് ബേസ് തന്നെയാണ്? ഏത് ആധാരം തന്നെയാണ്? 3 എന്ന് പറയുന്ന ആധാരമാണ്. ഇനി പവർ അല്ലെങ്കിൽ കൃതി നോക്കിയേ. ഇവിടെ രണ്ടാമത്തെ പവർ അല്ലെങ്കിൽ രണ്ടാമത്തെ കൃതി എത്രയാണ്? 1 ആണ്. നാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എന്ത് കിട്ടി? 3 raised to x ആയി, 3 raised to 1 ആയി. ഇനി ഏത് നിയമം കൊടുക്കണം? മൈനസ് ആയതുകൊണ്ട് ഏത് നിയമം കൊടുക്കണം മക്കളെ? ഹരണം അല്ലെങ്കിൽ ഡിവിഷൻ കൊടുക്കണം. പ്ലസ് ആണെങ്കിൽ ഗുണനം അഥവാ എന്താണ്? മൾട്ടിപ്പിൾ കൊടുക്കണം. മനസ്സിലായോ? ഇനി ഒന്നുകൂടെ സാർ അറേഞ്ച് ചെയ്താൽ കൂടെ ശ്രദ്ധിക്കണേ. 3 raised to x by എന്തിന്റെ സാറാ? 3 raised to 1. രണ്ടും ഒന്ന് തന്നെയാണല്ലോ, അറിയാമല്ലോ. 3 raised to x divided by 3 raised to 1. 3ന്റെ കൃതി x ഭാഗം 3ന്റെ കൃതി 1. ഈ രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് വാല്യൂ കൊടുക്കാം? 3 raised to x ന്റെ വാല്യൂ ഉണ്ട്. എത്രയാണ്? 81. വെരി ഗുഡ്. ബൈ എന്താണ് 3 raised to 1? മുമ്പേ പറഞ്ഞതാണ്. ഏതൊരു സംഖ്യയുടെ പവർ അല്ലെങ്കിൽ കൃതി ഒന്ന് വന്നാൽ ആ സംഖ്യ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടി? 81/3 എന്ന് കിട്ടി. 81നെ 3 കൊണ്ട് ഹരിക്കണം. എല്ലാവർക്കും ഇവിടെ കിട്ടിയോ? ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പവേഴ്സ് മൈനസ് വരുവാണെങ്കിൽ, നെഗറ്റീവ് വരുവാണെങ്കിൽ ഏത് നിങ്ങൾ കൊടുക്കണം മക്കളെ? ഹരണം കൊടുത്താൽ മതി ക്രിയ. ഇനി എന്ത് ചെയ്യണം? ഇത് ഒന്നാമത്തെ പവർ അല്ലെങ്കിൽ ഒന്നാമത്തെ കൃതി, ഇത് രണ്ടാമത്തെ പവർ അല്ലെങ്കിൽ രണ്ടാമത്തെ കൃതി. ഇത് രണ്ടിന്റെയും ബേസ് ആണ്. ചെയ്തുകൂടായോ? ചെയ്യാമോ മക്കളെ? ഈസി ആയിട്ട് ചെയ്തുകൂടായോ? അങ്ങനെയാണെങ്കിൽ എന്ത് വന്നോ? 81/3 എത്ര വരും? ഒന്ന് പറഞ്ഞേ. ഒരു 3 3 6 ബാക്കി 21 അല്ലേ? അപ്പൊ എത്ര കിട്ടി? 27 എന്ന ആൻസർ കിട്ടി. അപ്പൊ 3 raised to x minus 1 ന്റെ വാല്യൂ എത്ര കിട്ടി മക്കളെ? 27 അല്ലെങ്കിൽ 27 എന്ന് കിട്ടി. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാവരും. ഇങ്ങനെയായിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ 3 raised to x minus 2 എന്നായിരുന്നെങ്കിൽ ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ഒന്ന് പറഞ്ഞേ. ഇവിടെ ഒന്നാമത്തെ പവർ അല്ലെങ്കിൽ ഒന്നാമത്തെ കൃതി എന്തായിരിക്കും? x. രണ്ടാമത്തെ കൃതി അല്ലെങ്കിൽ രണ്ടാമത്തെ പവർ എന്തായിരിക്കും? 2. ഇനി എന്ത് ചെയ്താൽ മതി? അത് ഡിവൈഡ് ചെയ്താൽ മതി. എല്ലാവർക്കും പിടി കിട്ടിയല്ലോ. ഈ രണ്ട് പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ തനിയെ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും. അതിന്റെ ക്രോഡീകരണം ഞാനത് പറയുകയാണ്. എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഒന്ന് എളുപ്പമാക്കി ഞാൻ പറയുകയാണ്. പവേഴ്സ് പ്ലസ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം മക്കളെ? ആ രണ്ട് പവർ അല്ലെങ്കിൽ രണ്ട് കൃതി രണ്ടുപേർ കൊടുത്തിട്ട് അതിന് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി, മൾട്ടിപ്പിൾ ചെയ്താൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. പവേഴ്സ് അഥവാ കൃതികള് മൈനസ് അഥവാ നെഗറ്റീവ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? ആ
രണ്ട് പവർ അല്ലെങ്കിൽ രണ്ട് കൃതികൾ രണ്ടുപേർക്ക് കൊടുത്തിട്ട് അവിടെ ഏത് ക്രിയ കൊടുത്താൽ മതി? ഡിവിഷൻ അഥവാ ഹരണം കൊടുത്താൽ മാത്രം മതി. ഈ രണ്ട് പ്രോബ്ലവും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇത് പഠിക്കണം. ഇനി നമ്മൾ ഈ പാഠത്തില് വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസ്. ഒരു എക്സ്പോണൻസിയേഷൻ നമ്പേഴ്സ് അഥവാ ഒരു കൃതീകരണ സംഖ്യ തന്നിട്ട് അതിന് യൂണിറ്റ് പ്ലേസിൽ വരുന്ന അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതെന്നുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ അത് ഞാൻ USSന്റെ ക്ലാസ്സിൽ എടുത്തതാണ്. USSന്റെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ USSന്റെ ഗ്രൂപ്പിൽ ഞാൻ അതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരുന്നതായിരിക്കും. അതേപോലെയുള്ള ഒരു ക്ലാസ് ആണ്, അവിടെ USSR എടുത്ത ക്ലാസ് ആണ്. അത് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ പാഠത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ അഥവാ നമ്പർ കാണാനുള്ള ഒരു പ്രവർത്തനമുണ്ട്. അത് ഞാൻ USSR എടുത്തു കൊടുത്തതാണ്. അത് അതേപോലെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാ 7ാം ക്ലാസ്സിലെയും ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും ആ വീഡിയോ കാണണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ആപ്ലിക്കേഷൻ ലെവലിലുള്ള രണ്ട് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എടുത്തത്. എല്ലാവരും ഇത് ചെയ്തു പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.